ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയ ജ്യൂസാണ്, ഓറഞ്ച് ജ്യൂസ്. നിങ്ങൾക്കറിയാമല്ലോ, ഓറഞ്ചിൽ നല്ല വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോമ്പ് കാലത്തൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ജ്യൂസിൽ ഒരു കയ്പ്പും ഉണ്ടാവില്ല, കാരണം ഇതിലത്തെ കുരുവൊക്കെ എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ഓറഞ്ച് ജ്യൂസ് അടിക്കാനായിട്ട് ഞാനിതാ ഓറഞ്ചിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാ തോലും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുരുവൊക്കെ റിമൂവ് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുരു എല്ലാം റിമൂവായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ജ്യൂസിന് ഒട്ടും കയ്പും ഉണ്ടാവില്ല കേട്ടോ. ഇതാ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് കുരുവൊക്കെ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാ കുരുവും റിമൂവ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കുരുവും നിങ്ങൾ കണ്ടില്ലേ, എല്ലാതും ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഓറഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പകുതി ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ബാക്കി പിന്നെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം അടിച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ഇട്ടിട്ട് പിന്നെ അടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസിന് ഒന്നും കൂടി കയ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു തവണ മാത്രമേ അത് അടിച്ചെടുക്കാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മധുരം ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തണുത്ത വെള്ളം ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ചണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ജ്യൂസ് മാത്രം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതും ഹെൽത്തി ആയ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ടും പിന്നെ വ്ളോഗായിട്ടും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.